അത് എന്തെങ്കിലും കാര്യം വിശേഷമുണ്ടോ? ഉം. വിശേഷംന്ന് വെച്ചാല് നമ്മള് ഇതുവരെ റൂമൊന്നും എടുത്തിട്ടില്ലല്ലോ, ഇല്ല. അപ്പൊ അങ്ങനെ ഒന്ന് നോക്കിയാലോ. അത് കൊള്ളാലോ. എപ്പഴാ? അതാവുമ്പം നമുക്ക് നമ്മുടെ കൊതി തീർക്കാൻ പറ്റും. അത് ഇത് അല്ല, ഇവിടെ അടുത്തൊന്നും പറ്റത്തില്ലല്ലോ. എവിടെലും പോവാൻ ആ പ്ലാൻ നോ ചെയ്യണം. ഇല്ല, അത് 2 ദിവസത്തേക്ക് ഉം. ഇത് മാറി നിക്കാൻ പറ്റും. നമുക്കിപ്പം അങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പോയാലോ? വാഗമണ്ണ് പോയാലോ? അടിപൊളിയല്ലേ? റൂം റൂം ബുക്ക് ചെയ്തോ? ഞാൻ ചെയ്യണോ? ഡേറ്റ് ഞാൻ പിന്നെ പറയാം, ഉം. എപ്പോഴാന്ന് വെച്ചാ. ഡേറ്റ് എന്തായാലും ഒന്ന് വൈകിട്ടത്തേക്ക് വിളിച്ചു പറ. അതനുസരിച്ച് ഞാൻ അതെ, പിന്നെ ഞാൻ വൈകിട്ട് 2 ദിവസത്തേക്ക് പറയാം, ബുക്ക് എന്നിട്ട് നീ ചെയ്യാം. ബുക്ക് ചെയ്ത്. ഉം. അപ്പൊ ഞാൻ അല്ല, വണ്ടി എടുത്താൽ മതിയല്ലോ. ഇത്രയും നാളും പിന്നെ ഇങ്ങനെ. അതെ, പിന്നെ മറ്റേ പുള്ളി ഇല്ല ഇല്ല, പുള്ളിയോടൊന്നും അത് സീനില്ല. ഇല്ല. കുഴപ്പമില്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. എത്ര നമുക്ക് നാള് ആദ്യായിട്ടല്ലേ ഇത്രയും കുറെ സമയം. നേരം ഇങ്ങനെ കെട്ടാൻ മറ്റേതങ്ങനല്ലല്ലോ. പോന്നെ. ഉം. നമ്മൾ സ്ഥലങ്ങൾ കാണാനല്ലാട്ടോ പോകുന്നത്. ആര് കാണുന്ന സ്ഥലമൊക്കെ. നല്ല തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ട് റൂമൊന്ന് അടിപൊളി ക്ലൈമറ്റ്. പുറത്തിറങ്ങാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഒരു സമയം തന്നെ തിരഞ്ഞെടുത്ത്. 2 ദിവസല്ലേ? 2 ദിവസമെങ്കിലും വേണേ. ലീവ് എടുക്കാൻ പറ്റത്തില്ലേ? ഞാൻ എടുത്തോളാം, കുഴപ്പമില്ല. ഉം. 2 ദിവസം തന്നെ വേണമെന്ന്, അല്ലാതെ ഒരു ദിവസം കൊണ്ടൊന്നും നടക്കൂല. ഇല്ല ഇല്ല, ഒരു അത് ദിവസമൊക്കെ എന്തോ ഓക്കെയാണ്. ആവാനാ. എന്റെ സൈഡ് സെറ്റാണ്. ഒരു ദിവസം കൊണ്ടൊന്നും ഒരു പരിപാടി നടക്കത്തില്ല. 2 ദിവസം എല്ലാ ആഗ്രഹങ്ങളും ഒന്ന് തീർത്ത് കളയാം. കട്ടൊക്കെ തീർക്കാം. അതിനല്ല, എത്ര നാളായി ഇങ്ങനെ സമയത്ത് ഉം. ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ. അല്ലാതൊക്കെയല്ലായിരുന്നോ അവിടെ ഇവിടെ വെച്ചിട്ടൊക്കെ. ഇതൊക്കെ നല്ല അന്ന് പിന്നെ ഇങ്ങനെ ഉം, തൊട്ടപ്പത്തേക്കും അതാ പറഞ്ഞെ. പക്ഷെ അങ്ങനെ, വിളിച്ചില്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ അതിലൊരു ഇതുണ്ട് കേട്ടാ. തൊട്ട് തൊട്ടൊക്കെ ഇങ്ങനെ ഉം. ഒക്കെ ചെയ്യുന്നതിൽ ഒരു സുഖമുണ്ട്. ഇതിനിപ്പോ അത് നടക്കത്തില്ലല്ലോ. ഇനിയിപ്പോ 2 ദിവസം കംപ്ലീറ്റ് ഫസ്റ്റ് അല്ല, കാണത്തില്ല. നിന്റെ എന്റെ ആഗ്രഹം എന്തൊക്കെയാണോ അതൊക്കെ തീർത്തളയാ. കുറെ ആഗ്രഹങ്ങളുണ്ട്. ഞാൻ അന്ന് പറഞ്ഞ ഓർമ്മയില്ലേ. അതിനൊന്നും പിന്നെ ഒരു സമയവും സന്ദർഭവും ഒക്കെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അതിനൊന്നും പിന്നെ മുതിരാഞ്ഞത്. എല്ലാ സെറ്റപ്പ് ആയിട്ട് വന്നാൽ മതി. എല്ലാ സെറ്റപ്പായിട്ട് വരാം. നമുക്ക് ഒരു മിഡ് നൈറ്റ് തിരിക്കാം. അതാകുമ്പോൾ മോർണിംഗ് അവിടെ ചെല്ലുന്നത്. പിന്നെ ആ നൈറ്റും 2 ദിവസം അങ്ങനെ. അല്ല, നമുക്ക് നൈറ്റ് മാത്രല്ല കിട്ടുന്നേ, ഡേ ഒക്കെ. അല്ലാതെ ഒരു രാത്രി 2 പകൽ. അങ്ങനെ മതി. മാക്സിമം. അല്ല, നമ്മള് പുറത്തൊന്നും പോകുന്നില്ലല്ലോ. പുറത്തു പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പുറത്തു പോവാനല്ലല്ലോ പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റില് നല്ല തണുപ്പും നല്ല മഴയും, ഇങ്ങനെ ഒരു ക്ലൈമറ്റ് കിട്ടില്ല. സ്പെഷ്യൽ. അല്ല, അന്ന് വീഡിയോ കോളിൽ കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടാ? അത് ഇഷ്ടപ്പെട്ടോന്നല്ല, ഭയങ്കര കൊതി. കൊതിപ്പിക്കാൻ വേണ്ടി ഞാൻ കാണിച്ചത്. ഉം. കൊതിയെല്ലാം തീർക്കാമല്ലോ കൽപ്പിച്ചു. ഒന്ന് നന്നായിട്ടൊന്ന് ഇറങ്ങുമ്പോഴുള്ള സുഖം അറിയണം തോന്നും. ഒക്കെ നന്നായിട്ട് അറിയിച്ചു തരാം. അതൊന്നും ഒരു പ്രശ്നമില്ല. സമയം എടുത്ത്, പെട്ടെന്നല്ല, സമയം എടുത്ത് ചെറുക്കനെ മെല്ലെ മെല്ലെ പതിയെ പതിയെ അങ്ങനെ പോരെ. ചിലപ്പോ എനിക്കറിയത്തില്ലേ, ഞാൻ ചിലപ്പം ഇതുകൊണ്ട് ചിലപ്പോ പറയാൻ പറ്റത്തില്ലേ. അല്ല, ഡയറക്റ്റ് അതിലോട്ട് പോകണ്ട, പതിയെ മതി. സമയമുണ്ടല്ലോ നമുക്ക് ഇഷ്ടം പോലെ. 2 ദിവസം സമയമില്ലയോ? അതല്ല, നല്ല ക്ലൈമറ്റ്, 2 ദിവസം സമയമുണ്ട്. മെല്ലെ പകലും രാത്രിയും ഇല്ലേ, അപ്പൊ മെല്ലെ അതിലേക്ക് ഇങ്ങനെ പോവാം. ആസ്വദിച്ചത് ആ പ്രകൃതിയൊക്കെ ആസ്വദിച്ചിട്ട് വിൻഡോ ഒക്കെ ഇങ്ങനെ തുറന്നു വെച്ചിട്ടേ. നമ്മളന്ന് പറഞ്ഞ ഓർമ്മയില്ലേ, വിൻഡോ പാതി തുറന്നു വെച്ചിട്ട് ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ കട്ടൊക്കെ
അത് ഉം. അല്ല, ഒരു നൈറ്റ് പോരല്ലേ? ഒരു നൈറ്റ് ഉം. നമ്മൾ ചെല്ലുന്ന ആ പകലും ആ നൈറ്റും, പിന്നെ പിറ്റേ ദിവസം പകലും രാത്രിയും കൂടെ തിരിക്കാം. നീ പറഞ്ഞ ഞാൻ കാണിച്ചു തരുമ്പോ ഇടുന്ന ഡ്രസ്സില്ലേ, അതെടുക്കണോ? അതെടുത്തോ. അപ്പം അല്ല, അതില് ഒരു തവണ നിനക്ക് വേണമെന്ന് പറഞ്ഞില്ലേ, എന്നെ എടുക്കുമ്പോ. അതെടുത്തത് രണ്ടെണ്ണം ഞാൻ പറഞ്ഞില്ലേ, അത് രണ്ടും എടുത്തു. അത് അപ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും. അതാകുമ്പോ കുറച്ചുകൂടെ നിനക്ക് അതാകുമ്പോ കുറച്ചുകൂടെ ടൈം എടുത്തിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് നന്നായിട്ട് ആസ്വദിച്ചിട്ട് ചെയ്യാൻ പറ്റും. അതാകുമ്പോ നിനക്ക് തരുന്ന ഇഷ്ടമാണോ? പിന്നെ ഇഷ്ടമല്ലാതെ അതിന്റെ കട്ടക്ക് കൊതിച്ചിരിക്കുന്നേ. അത് ഞാൻ ഭയങ്കരമായിട്ട് കൊതിച്ച അങ്ങനെ ഒക്കെ ചെയ്യണം. ഇഷ്ടം പോലെ സമയമുണ്ട്. കട്ടക്ക് അത് വേറെ തന്നെ സുഖമായിരിക്കല്ലേ ആയിട്ട്. പിന്നെ സൂപ്പറല്ലേ? എനിക്കും തരണം, ഞാനും തരുവേ. നന്നായിട്ട് തരാം. അന്നത്തെ പോലെ വേണ്ട, ഇച്ചിരൂടെ നന്നായിട്ട്. നന്നായിട്ട് എടുത്തു തരാം. അതവിടെ നന്നായിട്ട് എടുത്ത് ഒഴിയണം. അടിപൊളിയായിട്ട്. കയ്യിലിട്ട് ആദ്യം ചെയ്യാം. അത് കയ്യിലൊന്ന് പിടിച്ചിട്ട് ഇങ്ങനെ അത് നല്ല കൊഴുത്ത് വരുമ്പോ കയ്യിലൊന്ന് പിടിച്ച് സെറ്റാക്കിയിട്ട് എന്നിട്ട് കൊഴുത്ത് വരുന്ന സമയത്ത് അറിയാമല്ലോ, ആ പാകത്തിനാവുന്ന സമയത്ത് കട്ടൊക്കെ എടുത്ത് വെച്ചാൽ മതി. ഓർക്കുമ്പോ തന്നെ അപ്പൊ എന്തായിരിക്കും? അയ്യോ, ശരിക്കും അങ്ങോട്ട് സമയം എടുത്തങ്ങ് ചെയ്യണം ഇതിപ്പോ നമുക്ക് എല്ലാം. മറ്റേ നമുക്ക് ലിമിറ്റേഷൻ അല്ലേ, ഇതിപ്പം ഇഷ്ടംപോലെ സമയമുണ്ട്. സമയം എടുത്ത് നമ്മൾ ആഗ്രഹിച്ച് പഠിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. പിന്നെ മറ്റേ സാരി എടുക്കണേ, സാരി എന്ന് പറഞ്ഞേ. ഒന്ന് കാണിച്ചെന്നാ. അതെടുത്തോ.